ഹലോ നമസ്കാരം, ഞാൻ സിന്ധു വേണുഗോപാൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോൻ്റെയാണ് കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണമാണ്. ഞങ്ങളിപ്പോൾ തലേ ദിവസം അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും എൻ്റെ അമ്മയുടെ വേറൊരു സിസ്റ്ററിൻ്റെ ഫാമിലിയാണ് കൂടെയുള്ളത്. രണ്ട് മക്കൾ, രജിത, രമേശ്, രജിതയുടെ മോൻ ഉദി, എൻ്റെ ബ്രദറിൻ്റെ മോൾ അമ്മു, ചെറിയമ്മ. പുറകിൽ വരുന്ന വണ്ടിയിലും എൻ്റെ കസിൻസും അവരുടെ ഫാമിലിയും ഒക്കെയാണ്. ഇത് ലാസ്റ്റ് മിനിറ്റ് ഒരു ഷോപ്പിംഗ് ഞാനും രജിതയും കൂടെ മണ്ണാർക്കാട് ഞങ്ങളൊരു ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹീറോ രഞ്ജിത്ത്. ഞങ്ങൾ രഞ്ജു എന്ന് വിളിക്കും. അവൻ US-ലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫ് എന്ന് പറയാം. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണെങ്കിലും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. വൈഫ് പൂജ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. ഈ കണ്ടത് എൻ്റെ അമ്മയുടെ ഫാമിലിയാണ്. അമ്മയ്ക്ക് 5 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണുള്ളത്. വലിയ ഫാമിലിയാണ്. ഒരു ചെറിയമ്മ നേരത്തെ വന്നു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഈ ഫോട്ടോയിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നത് ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. മിക്കവാറും ഇങ്ങനെ കല്യാണങ്ങൾക്കും ഒക്കെയാണ് ഒന്നിച്ച് കൂടുന്നത്. അല്ലെങ്കിൽ പലരും പല സ്ഥലത്താണ് പലപ്പോഴായിട്ട്. ഇത് ചെറിയമ്മയാണ്. ചെറിയമ്മ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. അമ്മയുടെ വലിയ ഫാമിലി ആയത് കാരണം ഞങ്ങൾ കുറേ കസിൻസാണ് കേട്ടോ. അമ്മയ്ക്ക് കൂടുതലും സിസ്റ്റേഴ്സാണ്. ഒരു ബ്രദറേ ഉള്ളൂ. 5 സിസ്റ്റേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരമ്മാവനേ ഉള്ളൂ. അങ്ങനെ. അപ്പോൾ ഇതാണ് രഞ്ജിത്തിൻ്റെ വീട്. ഇത് പൊറ്റശ്ശേരിയിലാണ്, മണ്ണാർക്കാട് അടുത്താണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം അവിടെ കണ്ട് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ആ ഒരു സമയം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നത്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കല്യാണം. അതിൻ്റെ നെക്സ്റ്റ് ഡേ റിസപ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 3 ദിവസം നാട്ടിലുണ്ടായിരുന്നു. ഇതിൽ എൻ്റെ അമ്മയുണ്ട്, എല്ലാ സിസ്റ്റേഴ്സും അവരുടെ മക്കളും എല്ലാവരും ഉള്ള ഒരു ഫാമിലി ഫങ്ഷനായിരുന്നു തലേ ദിവസം. അത് കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തനാലിക്കൽ എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. റിസപ്ഷൻ അഗെയിൻ പൊറ്റശ്ശേരിയിൽ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇത് കല്യാണ ദിവസമാണ് കേട്ടോ. ഇത് രമേശൻ്റെ കസിനാണ്. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങി നിന്നതാണ്. ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. ഏപ്രിലായിരുന്നു കേട്ടോ. ഏപ്രിൽ ലാസ്റ്റിലായിരുന്നു കല്യാണം. ഇപ്പോഴാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. പക്ഷേ ഇതാണ് പുത്തനാലിക്കൽ അമ്പലം. ഈ അമ്പലത്തിന് മുന്നിൽ ഒരു വലിയ ആലുണ്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കാം ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്. പുത്തനാലിക്കൽ അമ്പലം എന്നാണ് പറയുന്നത്. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതെല്ലാവരും എൻ്റെ കസിൻസും ചെറിയമ്മമാരും ഒക്കെയാണ്. കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയ ഞാൻ ഫോട്ടോഗ്രാഫർമാരുടെ പുറകിലായി പോയി. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ മണ്ഡപം എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ചുറ്റും നമുക്ക് ഇത്രയേ സ്പേസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവരെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു മണ്ഡപത്തിൽ വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ലഞ്ചെല്ലാം. അപ്പോൾ ഞങ്ങൾ അവിടെ കാണുകയാണ്. ഈ പൂജ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരെയും എനിക്ക് അറിയുന്നതായിരുന്നു. ഒരുപാട് പേരെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ കല്യാണത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. കല്യാണമൊക്കെ കൂടി എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിമിൽ എല്ലാവരെയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് ഇത് അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ അങ്ങനെ മാത്രമേ ഉള്ള ഒരു ഫോട്ടോ ആണ്. നെക്സ്റ്റ് ഡേ ഈവനിങ് ഞങ്ങൾ വീണ്ടും ഒരു റിസപ്ഷനിൽ വീണ്ടും എല്ലാവരും കൂടെ ഒത്തുകൂടി. അത് കാഞ്ഞിരപ്പുഴ, അതായത് ഈ പൊറ്റശ്ശേരിക്ക് അടുത്ത് തന്നെ ഒരു ഡാമുണ്ട്, കാഞ്ഞിരപ്പുഴ ഡാം. അതിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാണുന്ന എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.